ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ട്യൂബറായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 ആഴ്ചയോളമായി. അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് വളങ്ങളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നോർമലായിട്ട് മണ്ണൊന്ന് ചെളിയാക്കി അതിലാണ് ഇത് പോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ താമര നട്ട സമയത്ത് വള്ളങ്ങളൊക്കെ അധികമായി പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതൊക്കെ ഒരുപാട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിലൊന്നും ചേർക്കാതിരുന്നത്. കുറച്ചുകൂടെ ഗ്രോത്ത് വന്നിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വേറൊരു താമരയാണ്. പിന്നെ ഇതിൽ കിടക്കുന്ന ഗപ്പിക്കുട്ടന്മാരെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് പ്ലെയിനാണ്, ചെടികളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ചെമ്പരത്തിയും റോസയും ഇതുപോലെ 10 മണി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് എല്ലാം കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി വേറൊരു പോട്ടിലോട്ട് മാറ്റേണ്ടതുണ്ട്. പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഞാൻ എല്ലാത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കറിവേപ്പിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കറിവേപ്പില കുറവാണ്. വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെയാണ് ഞാനിത് കൊണ്ടുവരുന്നത്. പിന്നെ ഈ മുല്ലച്ചെടി, ഇതും പൂ പൂക്കുന്നത് കാത്തിരിക്കുകയാണ് ശ്രീമോളും ലച്ചുമോളും. ഒരു പൂ പിടിച്ച് അപ്പോഴേ തന്നെ നുള്ളി എടുത്തുകൊണ്ട് പോവും. പിന്നെ ഈ ചെടികളുടെ ഒന്നും പേര് എനിക്കറിയില്ല. പിന്നെ ഇതാ ഇവിടുത്തെ ഈ മണ്ണിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ചൈനീസ് ബാൽസ്യം. നമ്മളൊരു സ്റ്റെം കൊണ്ട് കളഞ്ഞാൽ മതി, അത് നല്ലപോലെ ഗ്രോത്തായി വന്നോളും. പിന്നെ ഇതാ ഈ ഒരു ബന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും പൊക്കമായിട്ടാണ് അത് പൂ പിടിച്ചത്. പിന്നെ ഇത് മുളക് ചെമ്പരത്തിയാണ്. സാധാരണ റെഡ് കളറുള്ള ചെമ്പരത്തി പൂവാണ് എല്ലായിടവും കാണുന്നത്. പക്ഷേ ഇതിനൊരു ക്രീം ഷെയ്ഡ് പൂവാണ്. അത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാനിത് നട്ടത്. പിന്നെ ഇതിൽ ആദ്യമായിട്ട് പിടിച്ചൊരു ഫ്ലവർ കൂടിയാണിത്.